ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നപ്പോൾ റിലീസ് ഡേ ആണ്. നമ്മുടെ അണ്ണൻ്റെ 2 പടങ്ങൾ, തുപ്പാക്കിയും പോക്കിരിയും, രണ്ടും വനിതയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ഫ്രണ്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ല, പടമൊക്കെ നമുക്ക് എന്താതൊക്കെ അറിയാം. വിജയ് എന്ന് പറയുന്ന ഒരു വികാരമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ ഗില്ലി റിലീസിൻ്റെ വീഡിയോ ഉണ്ട് കണ്ടവർക്ക് അറിയാം. ഞാൻ അത്രമാത്രം വിജയ് സിനിമകൾ ആഘോഷിക്കുന്ന ഒരാളാണ്. കാണാം, കണ്ടിട്ട് നോക്കാം. ഇന്ന് വേറെ കുറേ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗഗനചാരി, നടന്ന സംഭവം, ഉള്ളൊഴുക്ക്, ഇത് 3 കണ്ടിട്ട് വീഡിയോ ഇടുന്നതാണ്. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ഡെഡിക്കേറ്റഡ് ടു വിജയ് അണ്ണൻ. നാളെ അണ്ണൻ്റെ ബർത്ത്ഡേ ആണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അണ്ണ. Three, 2, 1. Oh. ഗൈസ്, അപ്പോൾ തുപ്പാക്കി ഇറങ്ങി. എന്ത് പറഞ്ഞാൽ ആ ഒരു ജഗദീഷ് ഓണേ മിഷൻ എന്ന് പറഞ്ഞാൽ ആ തീം മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമാണ്. പണ്ട് ഞാൻ കണ്ടാണ്, പണ്ട് ഞാൻ തിയേറ്ററിൽ പോയി, കവിതയിലോ സരിതയിലോ എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, വീട്ടുകാരൊപ്പം ചെറുപ്പത്തിൽ പോയി കണ്ടാണ്. അപ്പോൾ വേറെ ഫീൽ തിയേറ്റർ കാണാം. കാരണം കാര്യം ശരി തന്നെ, നമ്മൾ മറ്റേ കൈരളിയിലും മലയാളത്തിലും അല്ലാതെ കുറേ തമിഴിലും എല്ലാം ഇങ്ങനെ ഒരു 10-100 വട്ടം കണ്ടിട്ടുള്ള പടമാണ്. എൻ്റെ പണ്ട് CD ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ തെറ്റി CD ഒക്കെ ഇട്ട് കാണുമായിരുന്നു പടം. ഒരു ഫീലടേ. അടുത്തെന്തായാലും പോക്കിരി, ഇതിപ്പോൾ ഒരു ഹാഫ് ഫിൽഡ് ഓഡിയൻസ് ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും അത്യാവശ്യം ഓളമൊക്കെ തന്നെയായിരുന്നു. കാരണം വിജയ് ഫാൻസാണ് കാണുന്നത്. മറ്റത് ബാക്കി ഇപ്പം ഞാൻ കമൽഹാസൻ്റെ പടം കണ്ടപ്പോഴോ, സൂര്യൻ്റെ പടം കണ്ടപ്പോഴോ, മറ്റേ കാർത്തീൻ്റെ പടം കണ്ടോ, ഇതിപ്പോൾ കണ്ടപ്പോഴത്തേക്കും ഹാഫ് ഫിൽഡ് ആണെങ്കിൽ പോലും ആർക്കും ഒരു ഇതൊന്നുമില്ല, ചുമ്മാ വെറുതെ പടം കണ്ട്. ചിലപ്പോൾ PVR ഒക്കെ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെയല്ല, വിജയ് പടങ്ങൾക്ക് എവിടെയായാലും ആ ഒരു ഇതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഗില്ലിക്ക് പോയപ്പോൾ ഞാൻ 2 പ്രാവശ്യം കണ്ട ഗില്ലി. സംഗീതയെ പോയി രാവിലെ കണ്ട് അടിച്ച് പൊളിച്ച് തിരിച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് PVR ഫോറം PXL ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോയിരുന്നു. അപ്പോൾ അവിടെയും ഓളം. അപ്പോൾ വിജയ് ഫാൻസ് എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഓളം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ആയിരിക്കും ഞാൻ പോക്കിരീൻ്റെ വീഡിയോ ഉണ്ട്, വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിരിക്കില്ല. കണ്ടിട്ട് വരാം. സ്ക്രീൻ 3 പോക്കിരി 15 வந்திருக்கிற இடம் என்ன பார்த்து தமிழ்நாட்டில் இந்த கேள்வி உனக்கு தனியாக கவனிச்சுக்கிறேன்.
എടേ അപ്പോൾ പടമെല്ലാം കണ്ട് വീട്ടിലൊക്കെ എത്തി. നല്ല ടയർഡാണ്, ഞാൻ കിടന്നുറങ്ങാൻ പോകണം. അപ്പം അതിന് മുമ്പ് ചെറുതായിട്ട് ഇതൊന്ന് പറഞ്ഞു നിൽക്കാമെന്ന് വിചാരിച്ചു. അന്യായ വൈബ്, തുള്ളിച്ചത്ത്, അണ്ണൻ വേറെ മൂഡ് എന്നും പറഞ്ഞതുപോലെ തന്നെ സുവർണ അവസരം. എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. വിജയ് ഫാൻസൊക്കെ പോകുമല്ലോ, അറിയാം, ഉറപ്പാണ്. അപ്പം അത്രേ പറയാനുള്ളൂ. പിന്നെ വിഷ്വല്, എൻ്റെ ദൈവമേ, 4K എന്ന് പറഞ്ഞാൽ ഇതാണ് 4K. റീമാസ്റ്റേർഡ് എന്നൊക്കെ പറഞ്ഞ് പേരിന് തള്ളി വിടണവന്മാരൊക്കെ ഒന്ന് കണ്ടുവെച്ചോ. ഇതാണ് 4K റീമാസ്റ്റേർഡ് വെർഷൻ. അത് നമ്മുടെ വനിത സ്ക്രീൻ 3 ഡോൾബി അറ്റ്മോസിൽ അടിപൊളി തന്നെയായിരുന്നു. കൂടെ ഒന്നും പറയില്ല. ഗുഡ് നൈറ്റ്.